ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി പറയും, അമ്മയുടെ പേര് വയ്ക്കാത്തതിന് ഒരു കാരണമുണ്ട്. ഈ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് എല്ലാവരും ഈ കുഞ്ഞിനെ എടി, വാടി, പോടി എന്നൊക്കെ വിളിക്കും. അമ്മയുടെ പേരിട്ടാൽ അത് അമ്മയെ വിളിക്കുന്ന പോലെ തോന്നില്ലേ? അതുകൊണ്ടാണ് കുഞ്ഞിന് ഞാൻ അമ്മയുടെ പേരിടാത്തത്. പിന്നെ സന്തോഷത്തോടെ ആ ദമ്പതികൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അതിനുശേഷം ആ കാര്യസ്ഥൻ എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ആ കാര്യസ്ഥൻ പറയും, ആദ്യമായിട്ട് വിശാൽ സാറും പാർവതി മോളും വലതുകാൽ വെച്ച് വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട്. എന്നിട്ട് കനകത്തിനോട് അതൊന്ന് വേഗം കൊണ്ടുവരാൻ പറയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഈ നാട്ടിൽ ഒരു ചടങ്ങുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യമായി അവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ അവരുടെ കൈകൾ മുക്കി ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ അത് പതിപ്പിക്കണം. എന്നിട്ട് അത് തറവാട്ടിൽ സൂക്ഷിക്കണം. ഗോപി സാറിന് അത് അറിയുന്നതല്ലേ? അപ്പോൾ ഗോപിനാഥ് പറയും, അതെനിക്കറിയാം. ഞാനും ഗായത്രിയും വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഈ വീട്ടിലെത്തിയപ്പോൾ ഇത് ചെയ്തിരുന്നു. അന്ന് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി ഞങ്ങൾ അടയാളം പതിപ്പിച്ച ആ തുണിക്കഷ്ണം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അപ്പോൾ ആ കാര്യസ്ഥൻ പറയും, ഇത് ഒരു സൂചനയാണ്. വിവാഹം കഴിഞ്ഞവർ ഇവിടെയാണ് താമസിച്ചത് എന്നതിനുള്ള ഒരു അടയാളം. തുണിയിൽ മഞ്ഞൾ പുരണ്ടു കഴിഞ്ഞാൽ അത് മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ കൈരേഖകൾ കാലങ്ങളോളം കേടുകൂടാതെ ഇവിടെ നിൽക്കും. അതുകൊണ്ട് നിങ്ങളും ഈ ചടങ്ങ് നടത്തണം. അങ്ങനെ പാർവതിയും വിശാലും ആ ചടങ്ങ് നടത്തുകയാണ്. ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇരിക്കുന്ന വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ പാർവതി. എന്നിട്ട് മനസ്സിൽ പറയും, ദൈവമ്മയുടെ കൈയടയാളം പതിഞ്ഞ തുണിക്കഷ്ണം കിട്ടിയാൽ മതിയായിരുന്നു. അത് ഇവിടെ തന്നെ ഉണ്ടാകും, അത് ഉറപ്പാണ്. അതേസമയം പ്രഭാവതി മനസ്സിൽ പറയും, ഗായത്രിയുടെ വിരലടയാളം ഇവൾ കണ്ടെത്തും മുമ്പ് എനിക്ക് കണ്ടെത്തണം. അതേസമയം പാർവതി മുറ്റത്തൊക്കെ ചുറ്റി നടന്ന് അവിടെയെല്ലാം കാണുകയാണ് കേട്ടോ. എന്നിട്ട് വിചാരിക്കും, ദൈവമ്മയുടെ വിരലടയാളം ഇവിടെ എവിടെയോ ഉണ്ട്, അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ കാര്യസ്ഥൻ വരുന്നത്. എന്നിട്ട് സ്ഥലമൊക്കെ ഇഷ്ടമായ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി പറയും, ഇഷ്ടമായി, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ മോളെ, മോൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ പാർവതി പറയും, ഇവിടെ എവിടെയെങ്കിലും ദൈവമ്മയുടെ വിരലടയാളം പതിപ്പിച്ച എന്തെങ്കിലും രേഖയോ അല്ലെങ്കിൽ വിരലടയാളം തെളിഞ്ഞു കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ കാര്യസ്ഥൻ പറയും, ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതിൽ ഗായത്രിയമ്മയുടെ വിരലടയാളം കാണായിരുന്നു. ഇവിടുത്തെ പഴയ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ കണ്ടതാണ്. പക്ഷേ അത് എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ലല്ലോ മോളെ. സാരില്ല, അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പാർവതി പറയും, ആ ഫോട്ടോ കണ്ടാൽ മറക്കാതെ എന്നോട് പറയണം, അതെടുത്ത് കയ്യിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ആ കാര്യസ്ഥൻ അവിടെ നിന്ന് പോവുകയാണ്. ഇവർ സംസാരിച്ചതെല്ലാം പ്രഭാവതിയും പ്രതാപനും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കും, നമുക്ക് മുമ്പ് അവൾ ആ വിരലടയാളം കണ്ടുപിടിക്കുമോ ചേച്ചി? അപ്പോൾ പ്രഭാവതി പറയും, അയാൾ അവളോട് അന്വേഷിച്ച് നോക്കാം എന്നല്ലേ പറഞ്ഞത്, അത് കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. നമ്മളൊന്ന് ശ്രമിച്ചാൽ അവൾക്ക് മുമ്പ് അത് നമുക്ക് കിട്ടും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കാണിക്കുന്നത് വിശാല് പാർവതിയോട് പറയും, ഇവിടെയെല്ലാം എൻ്റെ അമ്മയുടെ ഓർമ്മകളാണ്, എവിടെ നോക്കിയാലും എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പാർവതി. ഓരോരോ ഓർമ്മകൾ കൊണ്ട് എൻ്റെ മനസ്സ് നിറയുകയാണ്. എന്നിട്ട് ചെറുപ്പത്തിൽ നടന്ന ചില കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതിയോട് പറയും, എന്നെ വളർത്താൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ ഈ വളർച്ച കാണാൻ അമ്മയ്ക്ക് യോഗമില്ലാതെ പോയി. ശരിക്കും എനിക്കാണ് ആ ഭാഗ്യമില്ലാതെ പോയത്. അമ്മയുടെ സാമീപ്യം അറിഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യമൊന്നും ദൈവം എനിക്ക് തന്നില്ല. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, അമ്മ മരിച്ചിട്ടില്ല, അമ്മ എവിടെയോ ഒരു ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. എന്നെങ്കിലും അമ്മ ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരും. അമ്മ എന്നെ വിട്ടുപോയി എന്ന് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല പാർവതി. പക്ഷേ സത്യം ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയെ നഷ്ടപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ പാർവതി പറയും, അമ്മ എവിടെയും പോയിട്ടില്ല, ദേവമ്മ സാറിൻ്റെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ ഇവിടെ വന്നതും ഈ സംസാരിക്കുന്നതും എല്ലാം ദേവമ്മ കേൾക്കുന്നുണ്ട്. അതോർത്ത് സാർ സമാധാനിക്കേ. അതേസമയം ഗായത്രിയമ്മയുടെ പഴയ ഫോട്ടോകളെല്ലാം എടുത്ത് നോക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടുവരുന്ന പ്രതാപൻ ഗാർഗിയോട് ചോദിക്കും, നീ എന്താ ഗാർഗി ഇവിടെ തിരയുന്നത്? അപ്പോൾ ഗാർഗി പറയും, ഞാനൊന്നും തിരിഞ്ഞില്ല അങ്കിളേ, ഈ പഴയ ഫോട്ടോകൾ കണ്ടപ്പോഴേ ഒന്ന് എടുത്തു നോക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രതാപൻ മനസ്സിൽ വിചാരിക്കും, ഇതിൽ ഗായത്രി ദേവിയുടെ വിരലടയാളമുള്ള എന്തെങ്കിലും ഫോട്ടോകളോ രേഖകളോ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്ത് തപ്പുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഗാർഗി ചോദിക്കും, അങ്കിൾ എന്താ തിരിയുന്നത്? ഒന്നുമില്ല, ഈ പഴയ ഫോട്ടോകൾ കണ്ടപ്പോഴേ ഒരു കൗതുകം എന്ന് പറഞ്ഞിട്ട് പ്രതാപനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗാർഗി വിചാരിക്കും, ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അതേസമയം പാർവതിയും വിശാലും കൂടെ ഗായത്രിയമ്മയുടെ വിരലടയാളം കണ്ടുപിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. കുറേ അന്വേഷിച്ചിട്ടും കിട്ടാതാകുമ്പോൾ വിശാലിന് വലിയ വിഷമാവുകയാണ്. എന്നിട്ട് വിശാല് പാർവതിയോട് പറയും, ഇത്രയും അന്വേഷിച്ചിട്ടും അമ്മയുടെ വിരലടയാളമുള്ള ഒരു ഡോക്യുമെൻറ്റോ ഫോട്ടോയോ കിട്ടിയില്ലല്ലോ പാർവതി. അപ്പോൾ പാർവതി പറയും,
ഇനിയും തിരിയാത്ത ഇടങ്ങളുണ്ടല്ലോ സാറേ, നമുക്ക് തിരിയാം. സാറ് വിഷമിക്കാതിരിക്കേ. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം മറിഞ്ഞു നിന്ന് നോൽക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.